അപ്പൊ നമ്മുടെ പീനട്ട് ബട്ടറിന്റെ കുരുവാണേ. ആ കുരുവിന്റെ ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് നമ്മള് അങ്ങ് മാറ്റിയിട്ട് അതിന്റെ അകത്ത് നല്ല പച്ച കളറില് കുരുവുണ്ട്. ആ കുരു ഇതായിട്ടാ ജനിച്ചു വരുമോ ചെടി? ഈ കുരു ഒന്ന് കിളിച്ചു വരും. ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ ഇരിക്കും. ഗ്ലൂക്കോസ് പൊടി. ഇതാ കണ്ടോ, ഇത് നല്ല ടേസ്റ്റ് ആണ്. കറക്റ്റ് കപ്പലണ്ടി കണക്കിരിക്കും. ഇതാണ്ട് നമ്മുടെ അഭിരാമി മുളകൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. അഭിരാമി മുളങ്ങ് ഒരുപാട് സങ്കടത്തിലാണ്. ഒരു 3 നേരം വിശന്ന് കിടന്നിട്ട് ഇതങ്ങ് കൊണ്ട് തന്നോണ്ടല്ലോ ആക്രാന്തം വെച്ചാൽ കഴിച്ചോളും. അത്രേ ഉള്ളൂ. ഇതാ ഫസ്റ്റ് വന്ന നെഗറ്റീവാണ്. അതൊരു പ്രാവശ്യം അന്ന് വന്ന ആ ഒരു മടുപ്പാണ്. ഒന്നുകൂടെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ശരിയായി വരും. ശ്രമിച്ചു നോക്ക്. നേരത്തെ ഒരുപാട് നിർബന്ധിച്ചല്ല, കഴിച്ചു നോക്കണം. അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ കഷ്ടപ്പെടാതെ ചെയ്യാൻ കഴിയും ഉറപ്പായിട്ട്. ഓക്കെ. അപ്പൊ അതിന്റെ ആദ്യം നമ്മളിങ്ങനെ അതിന്റെ ഫ്ലഷ് കണക്ക് വരുന്നത് ഈ ഒരു ചുമന്ന ഭാഗമാണ്. പിന്നെ ഒരു കവറിങ് ഉണ്ട്. അതാണ് ഈ കവറിങ്. എല്ലാം ഓപ്പറേറ്റ് ചെയ്തെടുത്തു. അതിന്റെ കുരുവാണിത്. അപ്പോൾ ഇത് മൊത്തത്തില് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും കഴിയുമെങ്കിൽ വീട്ടിലൊരു പീനട്ട് ഫ്രൂട്ട്. പിന്നെ ഇത് ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ല ഒരു മെഡിസിൻ ആണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം നൽകുന്ന ഒരു ഫ്രൂട്ടും കൂടാണ്. അപ്പോൾ ഡാൻസിന്റെ ഇടയ്ക്കൊക്കെ അഭിരാമി മോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ ഉൾപ്പെടെ ഇതിങ്ങനെ കഴിക്കാറുണ്ട്. അഭിരാമി മോളെ ഒരു കാര്യം ചെയ്യുന്ന ഞാൻ കണ്ടേ. അഭിരാമി മോളെ എന്ന് പറയണത്, സോറി പീനട്ട് ബട്ടർ മോളെ, എനിക്ക് നിന്റെ കായോട് എന്താ ഇത്ര ഇഷ്ടമല്ലാത്ത. അതിന്റെ കൂടെ നമ്മളിവിടെ മണിമുല്ലയും കൂടെ പടർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, അത് മണിമുല്ല. അഞ്ചു ചേട്ടാ, മണിമുല്ലേക്ക് മൊട്ട് വന്ന്. അതെന്റെ മണിമുല്ലേക്ക് മൊട്ട് വന്നു. അപ്പൊ നിമ്മിയുടെ അവിടുത്തെ അല്ല, അനാമിക മോളുടെ അവിടുത്തെ അല്ലാതെ ടീച്ചറിന്റെ അവിടുത്തെ അനാമിക മണിമുല്ലേക്ക് മൊട്ട് വന്നു. ഓക്കെ, സന്തോഷായി. അപ്പൊ മണിമുല്ലേക്ക് മൊട്ടം വന്നു. ഇതൊക്കെ കാണുമ്പോ നോർമലി എല്ലാരും വിചാരിക്കും നമുക്കെല്ലാം കാണും. പക്ഷെ ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാ. പാർട്ടിയാ. മുല്ലയ്ക്ക് മൊട്ട് വന്നതിന് പാർട്ടി കൊടുക്കാറ്.